സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2-3 ദിവസമായി ചർച്ച കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് കണ്ണൂർ മാങ്ങാട് നിഹാദ്. തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരൻ. സമൂഹത്തിലെ ഏറ്റവും അധികം ജനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന, പോസിറ്റീവായിട്ട് ഉദ്ദീപിപ്പിക്കുന്ന, എനർജറ്റിക് ആയിട്ട് മറ്റുള്ളവരെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ഇരിക്കുകയാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ കേൾക്കുന്നത് പോലെയാണ് എം എ യൂസുഫ് അലിയുടെ വാക്കുകളും മറ്റുള്ളവർ കേൾക്കുന്നത്. അതുപോലെ വളരെ പ്രതീക്ഷയാണ് ഇടതുപക്ഷ സർക്കാരിൽ. 7 വർഷം കഴിഞ്ഞിട്ട് ആ പ്രതീക്ഷ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. ഏതായാലും വളരെ പ്രതീക്ഷയായിരുന്നു. അതുപോലെ അൻവറിനെ പോലെയുള്ള, ശ്രീനിജിനെ പോലെയുള്ള പ്രതികരിക്കുന്ന വ്യക്തികൾ. എന്നാൽ ഇവരൊക്കെ ആർക്ക് വേണ്ടിയാണ് പ്രതികരിക്കുന്നത്? അവരവർക്ക് വേണ്ടി. അപ്പോൾ വ്യക്തിപരമായി അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സർക്കാർ പൊതുജനങ്ങളുടെ മാനസികവും വിദ്യാഭ്യാസപരവും ശാരീരികവും ആരോഗ്യപരവുമായിട്ടുള്ള അവരുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം സംരക്ഷിച്ച് അവരെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തമല്ലേ, അവരെ നിലനിർത്തുന്നതിനുള്ള ഒരു ഉത്തരവാദിത്തമല്ലേ സർക്കാർ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ അവർ എന്താണ് ചെയ്യുന്നത്? ഇടതുപക്ഷ സർക്കാർ എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ ശ്രീനിജനും ഈ പറഞ്ഞ യൂസുഫ് അലിയും അതുപോലെ തന്നെ PV അൻവറും ഒന്നും തൊപ്പിയെ കണ്ടില്ലേ? ഷാജൻ സ്കറിയ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറയുന്ന വിമർശനാത്മകമായ കാര്യങ്ങളെക്കാൾ അത് ഒരു കമ്പയർ ചെയ്യാൻ പറ്റൂല. അത്രത്തോളം ഭീകരമാണ് തൊപ്പി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു കൗൺസിലർ എന്ന നിലയിൽ ഈ സമൂഹത്തിലെ മിക്ക പ്രശ്നങ്ങളിലും എൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിസ്സംശയം പറയാൻ പറ്റും, തൊപ്പി ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹങ്ങളിൽ ഒന്നാണ് ആ ചെറുപ്പക്കാരൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം ആരാധന ആൾക്കാരിൽ ഉണ്ടാകുന്നത്? ഒന്ന്, രക്ഷിതാക്കൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. രക്ഷിതാക്കളും കുട്ടികളും തമ്മിലൊരു അറ്റാച്ച്മെന്റ് കുറഞ്ഞു പോയി എന്നുള്ളത്. 2, ഇവിടുത്തെ നിയമവ്യവസ്ഥിതി തന്നെയാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥിതി സാമൂഹികമായിട്ട് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ആരെങ്കിലും സാമൂഹ്യ വിരുദ്ധത പ്രവർത്തനങ്ങൾ നടത്തിയാൽ, അത് മയക്കുമരുന്നായിക്കോട്ടെ മറ്റെന്തായിക്കോട്ടെ, അവർ കാശുകാരാണെങ്കിൽ അവരെ സംരക്ഷിച്ച് നിർത്താനും അവരെ ഉപയോഗപ്പെടുത്താനും ഇവിടെ രാഷ്ട്രീയക്കാരുമുണ്ട്, നിയമത്തിന്റെ വക്താക്കളും. ഈ അടുത്ത കാലത്ത് എത്ര ലഹരി കേസുകൾ എടുത്തു? അതിന്റെ അനന്തര നടപടികൾ എന്തൊക്കെയാണ്? ഓരോ കുട്ടികളും നാളത്തെ നമ്മുടെ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ്. ഈ പൗരന്മാർ എന്താണ് പഠിക്കേണ്ടത്? നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കണം എന്നുള്ളതാണ്. എന്ത് പഠിക്കണമെന്ന് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? ഈ സമൂഹത്തിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായാൽ, ചിന്താശക്തിയുള്ള ജനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഭരണം കിട്ടൂല. അപ്പോൾ നിങ്ങൾക്കൊക്കെ അധികാരമാണ് വലുത്. അതിനുവേണ്ടി കുറെ മുതലാളിമാരെ സൂചിപ്പിച്ച് നിർത്തണം, ഇതാണ് ഉദ്ദേശം. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും വിലങ്ങുതടിയാകുന്ന പത്രപ്രവർത്തകരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രവർത്തകരോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നവർ ആരോ ആയിക്കോട്ടെ, അവരെയൊക്കെ ഒതുക്കണം. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ പറയുന്ന വ്യക്തികളെയൊക്കെ ഒതുക്കാൻ നിങ്ങൾ എടുക്കുന്ന സമയത്തിന്റെ വളരെ കുറഞ്ഞ സമയം എടുത്തുകൊണ്ട് തൊപ്പിയെ പോലെ ഇത്തരം വിഷം വിതറുന്ന, സമൂഹത്തിൽ വിഷം വിതറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു ഗുണമായിരിക്കും. കാരണം ഈ ചെറിയ മക്കൾ അവരുടെ മനസ്സിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് വിഷമാണ്. എന്തും ഏതും എവിടെയും വിളിച്ചു പറയാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു. എന്താണ് ഒരു പൗരബോധം, എന്താണ് ആത്മബോധം, എന്താണ് ശരി, എന്താണ് റെഡിമെയ്ഡ് വെർഷൻ, ഒരു വ്യക്തിയുടെ ഉത്തമ ഭാവം എന്താണ് അവർക്കറിയില്ല. ഇതൊന്നും അവർക്ക് അറിയാത്ത ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് ഭരിക്കുന്നത്? ആ കസേരയിൽ നിന്ന് ഇറങ്ങി അനുയോജ്യമായി ആർക്കെങ്കിലും ആ കസേര കൊടുത്തൂടെ? ഇവിടെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം, അതിനു മുമ്പ് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ എങ്കിലും ഈ കഴിഞ്ഞ ഒരു 6-7 വർഷം കൊണ്ട് വളരെയേറെ കുത്തഴിഞ്ഞു പോയി എല്ലാ അർത്ഥത്തിലും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല മാനസിക ആരോഗ്യ മേഖലകൾ ആയതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രം. ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ തടിച്ചുകൂടി എന്നാണ് പറയുന്നത് ആ പ്രോഗ്രാമിന്. ഞാൻ തൊപ്പിന്റെ ഫോട്ടോ ഇവിടെ കാണിക്കാത്തത് മനഃപൂർവ്വമാണ്. കാരണം അങ്ങനെ കാണിച്ചു കൊണ്ടൊരു പ്രസിദ്ധി കൊടുക്കണ്ടെന്ന് എനിക്കും തോന്നുന്നു. കാരണം എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികളുടെ മാനസിക നിലകൾ എനിക്കറിയാം. വളരെ വളരെ കഷ്ടമാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു രക്ഷിതാക്കളുടെ സമൂഹം പോയി, ഇപ്പൊ ഇല്ല. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപന മേഖലയിലുള്ള സിലബസും ഇപ്പൊ ഇല്ല. പിന്നെ ഇവർ എങ്ങോട്ട് പോകണമെന്നാണ് ഒരു ദിശാബോധവും ഇല്ലാതെ തെണ്ടി നടക്കുന്ന ഒരു വിഭാഗമായിട്ട് ഇന്നത്തെ കുട്ടികളെ മാറ്റിയെടുത്തതിൽ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനാണ്. കാലാകാലങ്ങളായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാരുകൾക്കാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ ഈ കുട്ടികൾ അതിൽ ആകർഷകരാകുന്നത്? എന്തുകൊണ്ടാണ് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ പോകുന്നത്? എന്തേ നിങ്ങളത് ആലോചിക്കാത്തത്? ഒരു സമൂഹത്തെ ഒന്നായിട്ട് ക്യാൻസർ കാർന്നു നിർന്നുമ്പോൾ
അതിനെ ഒന്നും ചെയ്യാതെ, അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു ഷാജിസ്കറിയയുടെയൊക്കെ പിന്നാലെ പോകാൻ നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക ചേതോ വികാരം എന്താണ്? വളരെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് തോപ്പിക്ക്. അയാളുടെ ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടു. എന്ത് തോന്നിയാസമാണ് വിളിച്ചു പറയുന്നത്, പച്ചത്തെറികളാണ് വിളിച്ചു പറയുന്നത്. യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെയാണ് അതിനകത്ത് ഒരു ഇത് പ്രായപൂർത്തിയായവർ മാത്രമേ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യാവൂ എന്ന് പോലും ഒന്നും അതിനകത്ത് വെച്ചിട്ടില്ല. അവർക്ക് പോലും കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ അയാൾ വിളിച്ചു പറയുന്നത്. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? എന്നിട്ട് അതൊക്കെ കാണിക്കുക, പാൻഡൂരി കാണിക്കുക, ഇതൊക്കെയാണ് അവരുടെ കലാപരിപാടികൾ. എന്നിട്ട് അത് കാണാനും അത് കേൾക്കാനും കുറെ ആൾക്കാരും സപ്പോർട്ട് ചെയ്യാനും ഉദ്ഘാടനത്തിന് വിളിക്കാനും ഒക്കെ വലിയൊരു ഭാഗം. അപ്പോൾ ഇതൊന്നും ഇവിടുത്തെ നിയമപാലകരോ അല്ലെങ്കിൽ സാമൂഹ്യ സമുദ്ധാരണത്തിന് കൊട്ടേഷൻ എടുത്ത് നടക്കുന്ന ആൾക്കാർ ഇതൊന്നും കാണുന്നില്ലേ? അപ്പൊ ഇതൊന്നും കാണാതെ തങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആൾക്കാർ, തങ്ങളുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരെ പ്രതികരിക്കുന്ന വ്യക്തികളെ തെരഞ്ഞുപിടിച്ചകത്താനും മുച്ചൂട് നശിപ്പിക്കാനും മാത്രം നടക്കുന്ന നിങ്ങളെയൊക്കെ ഈ ഭരണം ഏൽപ്പിച്ച ഞങ്ങളെയൊക്കെ ശരിക്ക് മുക്കാലിയിൽ കെട്ടി കുറ്റിച്ചൂലിൽ ചാണകം മുക്കി അടിക്കണമെന്ന് പറയുന്നത് വെറുതെ അല്ല.